സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് വ്യാഴാഴ്ചയല്ലേ. അപ്പോൾ ഇന്ന് ഭഗവാന്റെ സന്ദേശം എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ഭഗവാന്റെ സന്ദേശം ദി എൻചാൻറ്റഡ് ഗാർഡൻ എന്നാണ്. അത് ഭഗവാന്റെ രാസലീല നടന്ന ആ ഒരു മാന്ത്രികമായ ആ പൂന്തോട്ടത്തിനെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യൂ. അതിലുള്ള മാന്ത്രികമായിട്ടുള്ള ഭഗവാന്റെ സെറ്റിങ്സ്, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അത് നമ്മൾക്കുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ ആനന്ദം, അതിലൂടെ നമ്മൾക്ക് ഉണ്ടാവുന്ന അത് ആ ഒരു സ്പിരിച്വലായിട്ടുള്ള മാന്ത്രികമായ ഭഗവാന്റെ ആ പൂന്തോട്ടം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇന്ദ്രിയമായ അനുഭവങ്ങളെ നിങ്ങളതിൽ ഇമ്മേഴ്സ് ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയും സുന്ദരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് ഭഗവാന്റെ രാസലീലയ്ക്ക് വേണ്ടി ഭഗവാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈൻ ഗാർഡൻ. രണ്ടാമത്തത് ദ സേക്രഡ് ഡാൻസ് ഓഫ് രാസ. അവിടെ വെച്ച് ഭഗവാൻ നടത്തുന്ന രാസലീല, നല്ലൊരു പൗർണമി രാവിൽ പൂനിലാവുള്ള ഒരു രാത്രിയിലെ ഭഗവാന്റെ ഒടക്കുഴൽ നാദം കേട്ട് ഗോപികമാരെല്ലാം എല്ലാം മറന്ന് ഓടി വന്നിട്ട് ഭഗവാന്റെ കൂടെ നടത്തുന്ന ആ രാസലീല, ആ ഡിവൈൻ ഡാൻസ്, സേക്രഡ് ഡാൻസ്, ആ ഒരു ഡിവൈൻ ഡാൻസ് നിങ്ങൾ ഭാവനയിൽ കണ്ട് നിങ്ങളും അതിൽ ജോയിൻ ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയണത്. നിങ്ങളും അതിൽ ജോയിൻ ചെയ്യൂ. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആ സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷനും ആ സ്പിരിച്വൽ ജോയും, അതിലൂടെ കിട്ടുന്ന ആ ഡിവൈൻ ലവും നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ ദ സേക്രഡ് ഡാൻസ് ഓഫ് രാസ എന്ന് പറഞ്ഞ രാസലീല. കൃഷ്ണനും ഒരു ഗോപിക ഒരു കൃഷ്ണൻ, അങ്ങനെയായിട്ട് ഗോപികമാരോടുകൂടി ഭഗവാൻ നടത്തുന്ന രാസലീല വൃന്ദാവനത്തിൽ വെച്ചിട്ട്, അത് വളരെ വിശേഷമായിട്ടുള്ള നാരായണീയത്തിലേക്ക് ഒരു വിശേഷമായ അധ്യായം കൂടിയാണത്. ഇന്നും വൃന്ദാവനത്തിലെ നിധിവൻ എന്നുള്ള സ്ഥലത്ത് രാസലീല ഇന്നും നടക്കുന്നുണ്ട് എന്നാണ് സങ്കല്പം, അല്ല സത്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭഗവാന്റെ സേക്രഡ് ആയിട്ടുള്ള മെസ്സേജ്. വളരെ നല്ല മെസ്സേജായിട്ട് തോന്നി. നിങ്ങൾക്കും ഭഗവാന്റെ ഈ മെസ്സേജിൽ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. താങ്ക് യു.